ഹലോ, ഞാനിത് ഗാർഡൻ ടൂർ രണ്ടായിട്ടാണ് കേട്ടോ ഇടുക. പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ആ സൈഡിലുള്ള ചെടി ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. ചെടികൾ ഇഷ്ടപ്പെടുന്നവർ കാണാം. പിന്നെ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമുള്ളവർ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ. നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഈ ഭാഗത്ത് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ റോഡിൻ്റെ സൈഡിൽ ഞാൻ ബൊഗൻവില്ലയാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് ഹൈബ്രിഡ് വെറൈറ്റീസ് ഒന്നുമില്ല, ഒക്കെ നാടനാണ്. ഞാൻ ഓരോ സ്ഥലത്തു നിന്ന് കമ്പ് കാണുന്നത് പൊട്ടിച്ചിട്ടും ഇങ്ങനെ ചോദിച്ചിട്ടും ഒക്കെ പിടിപ്പിച്ചെടുത്ത ചെടികളാണ് കേട്ടോ. അധികം ഓറഞ്ചാണ് ഉള്ളത്, അതിൻ്റെ ഇടയിൽ പിങ്കും റോസും വൈറ്റും ഒക്കെ ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ എന്താണ് തിക്കായിട്ട് ഇങ്ങനെ ലെയർ ഡബിൾ പെറ്റൽസ് പോലത്തെ രണ്ട് വെറൈറ്റീസും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് ചാമ്പയ്ക്ക തൈയാണ്. പിന്നെ ഇവിടെ ഒരു നമ്മുടെ കോളാമ്പി പറയില്ല, യെല്ലോ കളർ കോളാമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ മെലസ്റ്റോമൊക്കെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഞാനിതിന് ഷോർട്ടിൽ ഇടാറുണ്ട്, ഇവർ പോടുന്നു ഒക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷോർട്സ് കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ. ഇത് പിന്നെ മരമുല്ലയാണ്. പിന്നെ ഞാൻ തോടിൻ്റെ ആ സൈഡിലായിട്ട് നിറച്ച് ചെമ്പരത്തികളാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ചെമ്പരത്തികളിൽ ഇപ്പോൾ പൂ കുറവാണ്. ഓരോ ദിവസവും അങ്ങനെ അവർക്ക് ഇടാറ് എല്ലാതും ഒപ്പം പൂക്കാറില്ല കേട്ടോ. ഇതൊരു റെഡ്, അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് ഡോട്ട് വന്നിട്ടുള്ളൊരു ചെമ്പരത്തിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമ്മൾ ക്യാമറയിൽ കാണുന്നത് പോലെ ഒന്നുമല്ല, കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഇതൊരു ഓറഞ്ചാണ് കേട്ടോ. ഇതും കാണാൻ അടിപൊളിയാണ്. ഇതിലിപ്പോൾ 4 ഫ്ലവർ ഉണ്ട്. ഇതൊരു യെല്ലോ ഡബിൾ പെറ്റൽസാണ്. അതിൽ മുട്ടുണ്ട്, വിരിഞ്ഞിട്ടുണ്ടായിരുന്ന ആൾ ഞാൻ ഷോർട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇനി വിരിയുമ്പോൾ ഞാൻ ഇടാം കേട്ടോ. ഇതൊക്കെ ചെമ്പരത്തിയാണ്. ഇതൊരു റെഡ് ചെമ്പരത്തിയാണ്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നിറയെ ചെമ്പരത്തി ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അതേപോലെ യെല്ലോ കോളാമ്പി വെച്ചെടുത്തിട്ടുണ്ട്. അലമാണ്ട യെല്ലോ എന്ന് പറയില്ല, അതാണത്. അപ്പം അതുവരെ എല്ലാവരും കൂടി നിന്ന് പൂത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും. പിന്നെ ഇതൊരു റോസ് ചെമ്പരത്തിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ 2-3 ചെണ്ടുമല്ലി തൈ വെച്ചിട്ടുണ്ട്. സിംഗിൾ പെറ്റൽസ് ചെണ്ടുമല്ലിയാണ്. പിന്നെ ഇത് ഞാനിപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ സൺഡേ മണ്ടേന്ന് കേട്ടോ. അപ്പോൾ ഈ സൈഡ് അങ്ങനെയാണ് പോകുന്നത്, ഈ സൈഡ് നേരെ ഒരു ഏരിയ അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ കുറച്ച് 10 മണി ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്തിട്ട് അതിൽ വെച്ചെടുത്തിട്ടുണ്ട്. 10 മണിയിൽ ഇപ്പോൾ പോവില്ല. ഞാനിപ്പോൾ ഇത് എടുക്കുമ്പോൾ 8 മണി ആവുന്നേ ഉള്ളൂ ഈ വീഡിയോ എടുക്കുമ്പോൾ കേട്ടോ. അതാണ്, അതിൽ ഫ്ലവർ വിരിഞ്ഞിട്ടില്ല. പിന്നെ ഇത് നമ്മളെ ബ്ലൂ ഡേയ്സ് എന്നും ഫ്ലവർ ഉണ്ടാവും കേട്ടോ. എന്നും പൂ വേണമെന്നുള്ളവർക്ക് ബ്ലൂ ഡേയ്സ് പോലത്തെ ചെടികളൊക്കെ വയ്ക്കാം. പിന്നെ നമ്മുടെ ഇത് കാക്കപ്പൂവും പിന്നെ റോസ് പൂവാണ് കേട്ടോ. ഹാർട്ട് ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റാണ്. അതിനിപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ്. പിന്നെ അതുകൊണ്ട് പൂക്കളില്ല. ഇത് നമ്മുടെ വിങ്ക, നമ്മുടെ ശവന്നാരപ്പൂ പറയുന്നത്. അത് ഞാനിതങ്ങനെ ഒരു 4 ചട്ടികളായിട്ട് പല പല കളേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ റെഡ് ചെണ്ടുമല്ലി ഞാനിതൊരു 4 ബോട്ടിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ആ ഒരു സൈഡ് അങ്ങനെ പോകുന്നു. പിന്നെ ഇത് ഞാൻ പോർച്ചിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഞാൻ അധികം പെൻഡാസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. റെഡ്, ഒരു എന്താ പറയുക, പിങ്ക്, റോസ്, പിങ്ക് പറയാ, റോസ് എന്ന് പറയാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു കളർ. ഇതൊരു വൈറ്റ്. പിന്നെ നമ്മുടെ വാടാർമല്ലിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ്. എല്ലാത്തിലും അത്യാവശ്യം നല്ല ഫ്ലവർ ഉണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് മുറ്റത്തിറങ്ങിയാൽ കയറാനേ തോന്നാറില്ല, കാരണം അത്ര ഫ്ലവർ ഉണ്ട് കേട്ടോ. നമ്മളുടെ പെറ്റോണിയ പുതിയത് വെച്ചതും കൂടി ഫ്ലവർ ഇടാനുണ്ട്. വൈറ്റൊക്കെ ഇപ്പം ഞാൻ ആദ്യമുള്ള എൻ്റെ അടുത്തുള്ള വൈറ്റൊക്കെ നല്ലോണം പൂത്തിട്ടുണ്ട്. ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികം ഷോർട്സ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഷോർട്സ് കാണാത്തവർ കാണും കേട്ടോ. അത് സ്റ്റാർ സീനിയാണേ. അപ്പോൾ എന്താണ് ഇതാണ് ഈ ഒരു ഏരിയ, ഈ പെട്രോണിയാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത്. ഇതുകൊണ്ടോ വൈറ്റ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇതിൻ്റെ കട്ടിങ്സൊക്കെ ഞാൻ പഠിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇരിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഡേസിയാണ് കേട്ടോ. തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ നാടൻ ഡാലിയ. ഇങ്ങനെ ഒരു ചെടിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളും നല്ല രസമാട്ടോ മുറ്റം കാണാൻ. ഇവരൊക്കെ എന്നും പൂവിട്ടിട്ട് നിൽക്കുന്നത് കാണാൻ. ഡാലിയൊക്കെ പിന്നെ 2-3 ദിവസം കഴിയും അതിൻ്റെ പെറ്റൽസ് പൊഴിയാൻ. പിന്നെ ഇത് ടയറിൽ ഞാൻ നട്ട റോസാണല്ലോ. ഇതൊന്നും അത്യാവശ്യം പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അത് പിന്നെ സീനിയ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ തെച്ചുണ്ട്, അത് പൂവിട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെ കാണിക്കുന്നില്ല. ഇത് സീനിയെന്ന് ഞാൻ ടയറിൽ നട്ടതാണ്. പക്ഷെ ഇവരൊക്കെ അത്യാവശ്യം നല്ലോണം പൂത്തുലഞ്ഞു. ഇപ്പോൾ അവർ ജീവൻ പോകാനായിട്ടുണ്ട്. ഞാൻ വിത്തുകളൊക്കെ എടുത്ത് അടുത്ത സെക്ഷൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെക്കാനുണ്ട് കേട്ടോ.
അപ്പം നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലേ നമ്മളെ വീട്ടിലെ ചെടി പോവാതിരിക്കുള്ളൂ. വിത്ത് ഇടുന്ന ചെടികളാണെങ്കിൽ അത് വിത്തിട്ട് വീണ്ടും മുളപ്പിക്കുക. ഇതുവരും നശിച്ചു പോകുമ്പോഴത്തേന് പിന്നെ അത് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് പൂവ് എന്നുണ്ടാവുക. ഈ ഒരു ഏരിയ നിറച്ച് ഞാൻ 10 മണി വെച്ചിട്ടുള്ള. അപ്പുറത്ത് കാണുന്ന തോടാണ് കേട്ടോ. തോടിൻ്റെ ഒരു മതിലാണ് അതിലാണ് ഈ മതിൽ. അപ്പോൾ അതുമല്ലാണ് ഞാൻ ഈ ചെടിയൊക്കെ വെച്ചുകൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളുടെ ജമന്തി പൂക്കളാണ്. ഒരു 3-4 കളറുണ്ട് എൻ്റെ അടുത്ത്. അതിലിപ്പോൾ ഈ വൈറ്റും വയലറ്റും മാത്രമേ കേട്ടോ വിരിഞ്ഞിട്ടുള്ളൂ. വയലറ്റ് ആണ് ആ വിരിഞ്ഞ് നിൽക്കുക. പക്ഷേ അതിൽ വൈറ്റും കൂടി ഉള്ളത് കാരണം വയലറ്റിൻ്റെ കളറുണ്ട് കാണുന്നില്ല. വൈറ്റ് കൂടി കലർന്നൊരു കളറായിട്ടുണ്ട്. പിന്നെ അത് സിനിയനത്. പിന്നെ കുറച്ചൊരു 3-4 കളർ എൻ്റെ അടുത്ത് ഡാലിയല്ല അടീനിയത്തിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പം ഇത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. സിംഗിൾ പെറ്റൽസാണ്. അപ്പോൾ അതൊക്കെയാണ്. ഇതൊന്നും പൂവിട്ടിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ആ പേര് എനിക്കറിയില്ല. ചെടീൻ്റെ യെല്ലോ കളറാണ് തോന്നുന്നു പൂവ്. അങ്ങനെ എൻ്റെ ഒരു പ്രതീക്ഷ. പൂവിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഇത്രയാണ് എൻ്റെ ഒരു കളക്ഷൻ. ഇനി ഞാൻ വിത്തിട്ടിട്ട് ഇതിലേക്ക് വരാനുണ്ട് ചെടികളൊക്കെ. പക്ഷേ എൻ്റെ അടുത്ത് അധികം നാടൻ വെറൈറ്റീസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ഞാൻ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ. അധികം കുക്കിങ്ങും ഗാർഡനിങ്ങും ഒക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അത്രയുള്ള വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ.